ഹായ് ഹലോ മക്കളെ. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള കീപ്പിംഗ് ഡിസീസ് അവേ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിന് ക്വസ്റ്റ്യൻസ് എന്തായാലും 100% ഉറപ്പായിട്ട് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ കീപ്പിംഗ് ഡിസീസസ് അവേ, അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയൽ ഡിസീസസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ബാക്ടീരിയൽ ഡിസീസസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസ് ആണ് റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി അല്ലേ. ഈ എലിപ്പനിയിൽ നമ്മൾ പഠിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ പാത്തജൻ, രോഗകാരിയുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ലെപ്റ്റോസ്പൈറ എന്നാണ്. ദെൻ മേജർ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വേറെ ഒന്നുമില്ല, അതിനകത്ത് 3-4 സിംറ്റംസ് മാക്സിമം ഉണ്ടാകും, അത് പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തേത് സിവിയർ ഫീവർ, ശക്തമായ പനി ഉണ്ടായിരിക്കും. അതുപോലെ ഹെഡ് ഏക്ക്, ഭയങ്കര തലവേദന ആയിരിക്കും. മസിൽ പെയിൻ, പേശി വേദന, ഭയങ്കരമായിട്ട് പേശികളിൽ വേദന അനുഭവപ്പെടുക. അതുപോലെ തന്നെ റെഡ്നെസ് ഇൻ ദ ഐസ്, കണ്ണിന് ചുവപ്പ് നിറം വരിക. ഇത്രയും കാര്യങ്ങൾ സിംറ്റംസ് ആയിട്ട് കൃത്യമായി പഠിച്ചു വെക്കുക. കാരണം ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മാർക്ക് ഫുള്ള് കിട്ടുന്നുണ്ടാവും. അപ്പോൾ പാത്തജനായി അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, മുഖ്യ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ രോഗത്തിന്റെ. ഇനി മോഡ് ഓഫ് അഫെക്ഷൻ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്കിനൊക്കെ ആയിരിക്കും ഇത് ചോദിക്കുക. മോഡ് ഓഫ് അഫെക്ഷൻ, രോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ രോഗം ബാധിക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും, ചോദിച്ചു കഴിയുമ്പോൾ ഇതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ബാക്ടീരിയ that comes out through the urine of rat, dog and certain other animals remain alive in the stagnant water and moisture. അതായത് ഈ എലികളുടെയും നായ്ക്കളുടെയൊക്കെ മറ്റ് അതുപോലെയുള്ള ബാക്കി ഫോറസ്റ്റിൽ നിന്നൊക്കെ വരുന്ന ചില മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരുടെയൊക്കെ യൂറിൻ്റെ അകത്ത് മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലായിരിക്കും. അതുപോലെ നനവുള്ള ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഈ ബാക്ടീരിയ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ ഈ മുറിവിലൂടെ ബാക്ടീരിയ നേരെ ബോഡിയുടെ അകത്തേക്ക് കയറുന്നു. കയറിയതിന് ശേഷവും നമ്മുടെ ബോഡിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള സെൽസിനെയൊക്കെ രക്തത്തിൽ ബ്ലഡിലേക്ക് ചെന്നാൽ പിന്നെ നോക്കണ്ട, ബ്ലഡ് സെൽസ് മൊത്തം ഡാമേജ് ആക്കിയിട്ട് ചില ടോക്സിനുകൾ, ചില വിഷവസ്തുക്കൾ അവിടെ ഉണ്ടാക്കുന്നു. ആൻഡ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബോഡിയിലേക്ക് ഈ പറയുന്ന ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ കയറിയിട്ട് എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് നമുക്ക് ബാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കുക. ആൻഡ് ഓർഗൻസ് ഓർ ദ ബോഡി പാർട്സ് അഫക്റ്റ്, നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തെയാണ് ഈ പറയുന്ന എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് ബാധിക്കുന്നത്? ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലീഡ്സ് ടു ഇന്റേണൽ ബ്ലീഡിംഗ്, നമ്മുടെ ശരീരത്തിലുള്ള രക്തലോമികകളെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ രക്തലോമികകളെ തകരാറിലാക്കിക്കൊണ്ട് നമ്മുടെ ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകും. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ ബോഡി പാർട്സിൽ ബ്ലഡ് കാപ്പിലറീസിനെയാണ്, രക്തലോമികകളെയാണ് ഇത് ബാധിക്കുന്നത്, അഫക്റ്റ് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ട്രീറ്റ്മെന്റ് ഏർലി ഡയഗ്നോസിസ് മാത്രമേ ഉള്ളൂ. നേരത്തെയുള്ള രോഗ നിവാരണവും അതിനുള്ള ചികിത്സാ രീതികൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക. എലിപ്പനി ബാധിച്ചതിന് ശേഷം ഒരുപാട് സിവിയർ കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും പിന്നീട് ഒരു ക്യൂർ, ഒരു എന്താ പറയുക, അതിൽ നിന്നൊരു രക്ഷ ഉണ്ടാവാൻ യാതൊരു വഴിയില്ല കേട്ടോ. ആൻഡ് ദെൻ നോക്കുക, ഡിഫ്തീരിയ, വെരി ഇമ്പോർട്ടന്റ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. നമ്മുടെ മാച്ച് ദ ഫോളോയിങ് സെഷനിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയുടെ രോഗകാരിയുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ കേട്ടോ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് നമുക്ക് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. മേജർ സിംറ്റംസ്, പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫീവർ, ശക്തമായ പനി ഉണ്ടായിരിക്കും. ത്രോട്ട് പെയിൻ, ഭയങ്കര തൊണ്ടവേദന ആയിരിക്കും. ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ്സ് ഓഫ് ദി ത്രോട്ട്, അതായത് നമ്മുടെ തൊണ്ടയിലുള്ള അല്ലെങ്കിൽ കഴുത്തിന്റെ ഈ ഭാഗത്തുള്ള ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം, നീർവീക്കം വരുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടെ എത്താറുണ്ട്. ഡിഫ്തീരിയയുടെ പ്രധാന സിംറ്റംസ് ആണ്, അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, രോഗം പകരുന്ന രീതി എങ്ങനെയാണ്? ത്രൂ കഫ്, സ്നീസിംഗ് ഓർ ഡയറക്ട്ലി ഫ്രം ദി ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അനദർ പേഴ്സൺ, അതായത് ചുമ, തുമ്മൽ, അതുപോലെ തന്നെ മറ്റു രോഗബാധിതരിൽ നിന്ന് ഈ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ അറ്റ്മോസ്ഫിയറിലൂടെ, വായുവിലൂടെ മറ്റൊരാളിലേക്കാണ് ഇവിടെ രോഗം പകരുന്നത്. ഇതും ഞാൻ പറയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചോദിക്കും എക്സാമിന്. അപ്പൊ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റണം. ആൻഡ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക മക്കളെ. സെൽസ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് ആർ ഡിസ്ട്രോയിഡ് ബൈ ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളാം. ആഷ് കളേർഡ് thick coating in the throat within 2 or 3 days. Gradually brain, heart and kidneys are affected. ഈ രോഗബാധ ഉള്ള ആളുകൾ, ഡിഫ്തീരിയ ബാധിച്ച ആളുകളിൽ ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട കോശങ്ങൾ 2-3 ദിവസത്തിനകം കട്ടിയുള്ള ഒരു ചാര നിറത്തിലുള്ള ഒരു ആവരണം നമ്മുടെ എവിടെയാണ് ഈ ഒരു ഭാഗത്ത്, ത്രോട്ടിനകത്ത് ഉണ്ടാക്കുന്നു. അത് മസ്റ്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, എന്തായാലും പഠിക്കണം കേട്ടോ. ആൻഡ്
നമുക്ക് നോക്കാം ഈ ടോക്സിൻസിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ആന്റി ടോക്സിൻസ് വിച്ച് ആക്ട്സ് അഗൈൻസ്റ്റ് ടോക്സിൻസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ അൺഇൻഫെക്റ്റഡ് സെൽസ്. അതായത് ഒരു തവണ നമ്മുടെ ചില സെല്ലുകൾ ഈ ടോക്സിൻസ് ബാധിച്ചു കഴിഞ്ഞു, ഈ വിഷവസ്തുക്കൾ ബാധിച്ചു കഴിഞ്ഞാൽ ബാക്കി പരിസരത്തുള്ള സെല്ലുകളെ സംരക്ഷിക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആന്റി ടോക്സിനുകൾ. ഓക്കെ, ഈ ടോക്സിനുകൾക്കെതിരെ നമ്മൾ ആന്റി ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കണം. ബട്ട് ഇഫ് ദ ഡിസീസ് ബിക്കം സിവിയർ ദ പേഷ്യൻസ് കനോട്ട് ബി റിക്കവേർഡ് ത്രൂ മെഡിക്കേഷൻസ്. അതായത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് ഈ രോഗം പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പേഷ്യന്റിനെ ആ രോഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ട്രീറ്റ്മെന്റ് കൊടുത്ത് റിക്കവർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചികിത്സ, ട്രീറ്റ്മെന്റ് ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ചികിത്സ എന്ന് പറയുന്നത് ആന്റി ടോക്സിൻസും അതുപോലെ വാക്സിനുകളും എടുക്കുക എന്നുള്ളതാണ്. വാക്സിൻ എടുക്കുക പ്രോപ്പർ ആയിട്ട്, ആന്റി ടോക്സിൻസ് കൊടുക്കുക. ടിഡാപ്പ് വാക്സിൻ എന്ന് പറയുന്നത് ഡിഫ്തീരിയക്കെതിരെ, ഡിഫ്തീരിയ വരാതെ എടുക്കുന്ന ഒരു വാക്സിൻ ആണ് ടിഡാപ്പ് വാക്സിൻ കേട്ടോ. ഓക്കെ, ആൻഡ് ട്യൂബർക്യുലോസിസ് ആണ് നമ്മുടെ നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ട്യൂബർക്യുലോസിസ്, ക്ഷയം. ഓക്കെ, ട്യൂബർക്യുലോസിസ് അഥവാ ക്ഷയം എന്നാണ് നമ്മുടെ ഡിസീസിന്റെ പേര്. ഓക്കെ, അപ്പോ നോക്കുക, ഇതുപോലൊരു ബോക്സ് മക്കളുടെ ബുക്കിൽ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പഠിക്കുക. പാത്തജൻ, രോഗകാരിയുടെ പേര് മൈക്കോബാക്ടീരിയം. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്നാണ്, മറക്കരുത്. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ, മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ഫാറ്റിഗ് ആൻഡ് പെർസിസ്റ്റന്റ് കഫ്. ഓക്കെ, ഈ രോഗം ബാധിച്ച ആളുകളിലെ പ്രധാന മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഭാരക്കുറവ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടുക, സ്ഥിരമായ ചുമ ഉണ്ടായിരിക്കുക. ഇനി രോഗം പകരുന്ന രീതി, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് when the patient speaks, ആ രോഗി സംസാരിക്കുമ്പോഴോ കഫ് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ ഒക്കെ എന്താണ്? പാത്തജൻ സ്പ്രെഡ് ഇൻ ടു ദ എയർ ആൻഡ് ദെയർബൈ അതേഴ്സ്. വായുവിലേക്ക് രോഗകാരി പകരുന്നു, എന്നിട്ട് വായുവിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് അത് സ്പ്രെഡ് ആകുന്നു. then tuberculosis mainly affected the lungs. കണ്ടോ മക്കളെ, ലങ്സ്. പക്ഷേ കിഡ്നിക്കും ബോൺസിനും ജോയിന്റ്സിനും ബ്രെയിനിനും ആർ ഓൾസോ അഫക്റ്റഡ് ബൈ ഡിസീസ്. ഇത് ഒരിക്കലും ലങ്സിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് അല്ല, അതിന് കൂടെ തന്നെ കിഡ്നിക്കും പണി കിട്ടുന്നുണ്ട്, ബോൺസിനും ജോയിന്റ്സിനും അതുപോലെ ബ്രെയിനിനും ഒക്കെ ഇത് പതിയെ പതിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് മക്കളെ ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്കുകൾ എടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നേരെ ഈ ഡിസീസ് വന്നാൽ ആന്റിബയോട്ടിക്കുകൾ കഴിക്കാം. വാക്സിൻ, വെരി ഇമ്പോർട്ടന്റ്. വാക്സിൻ, BCG വാക്സിൻ യൂസ് ടു പ്രിവെന്റീവ് വാക്സിൻ അഗെയിൻസ്റ്റ് ട്യൂബർക്യുലോസിസ്. നമ്മുടെ ട്യൂബർക്യുലോസിസിനെതിരെ അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് BCG. എക്സാമിന് ചോദിക്കും, എപ്പോഴും വാക്സിന്റെ കാര്യം കയറി ചോദിക്കുന്നതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് ആ ഒരു രീതിയിൽ തന്നെ മക്കൾ പഠിച്ചു വെച്ചേക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് വൈറസിലേക്കാണ്. വൈറസിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് വൈറസ് എന്താണെന്നുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ വൈറസിനെ പറ്റി പറഞ്ഞു നോക്കുക. വൈറസ് എന്ന ഒരു സിമ്പിൾ സ്ട്രക്ചർ ഉള്ള ഒരു ഓർഗാനിസം ആണ് വൈറസ്. ചിലപ്പോൾ അതിനകത്ത് ഒരു DNA ഉണ്ടായിരിക്കും, ഒരു RNA ഉണ്ടായിരിക്കും വിത്തിൻ എ പ്രോട്ടീൻ കോഡ്. കണ്ടോ, ഒരു പ്രോട്ടീൻ, ഇതുപോലെ ഒരു പ്രോട്ടീൻ കവറിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA പോലെയുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ, ഒരു ജനിതക വസ്തു, ജനിതക മെറ്റീരിയൽ ഇരിക്കുന്ന രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ പറയുന്നത്. പ്രത്യേകിച്ച് സെൽ ഓർഗനൽസ്, കോശാംഗങ്ങളൊന്നും അവർക്കില്ല. അതുപോലെ തന്നെ ഇത് ഒരിക്കലും ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ആക്ടിവിറ്റിയും കാണിക്കാത്ത ആളുകളാണ്. ഇറ്റ് മൾട്ടിപ്ലൈസ് ബൈ ടേക്കിംഗ് ദ കൺട്രോൾ ഓവർ ദി ജനറ്റിക് മെക്കാനിസം ഓഫ് അതർ ഹോസ്റ്റ് സെൽ. അതായത് നമ്മുടെ ഹോസ്റ്റിനകത്ത്, ആതിഥേയ ജീവികളുടെ ശരീരത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിയുടെ മുഴുവൻ മെക്കാനിസം ഏറ്റെടുത്തുകൊണ്ട് ഇവർ അതിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്ത് എണ്ണ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇവർ സ്പ്രെഡ് ആയി പോകും. ഓക്കെ, ദെൻ ആൻഡ് നിപ്പയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ ആകെ. അതിലൊരെണ്ണം നിപ്പയാണ്. നിപ്പ 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. നിപ്പ എന്ന് പറയുന്നത് വെറും 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൾക്കാരെയൊക്കെ കാണുമ്പോൾ മനസ്സിലാകും, വവ്വാല് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പിഗ്, പന്നി അല്ലേ, ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഭയങ്കര റോളുള്ള ആളുകളാണ്. നാച്ചുറൽ വെക്ടർ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ നിപ്പ എന്ന് പറയുന്ന വൈറസ് രോഗത്തിന്റെ പ്രകൃതിദത്ത വാഹകർ അല്ലെങ്കിൽ നാച്ചുറൽ വെക്ടേഴ്സ് ആരാന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയണം? യെസ്, ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് എന്ന് പറയണം. വവ്വാലുകൾ. ഓക്കെ, പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? പിഗ്, പന്നി എന്നും പറയും. കാരണം എന്താണ്? ഇവിടെ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത്, അത് പിഗിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? സിറ്റുവേഷൻസ് ദാറ്റ് എനേബിൾ ദ വൈറസ് ടു എൻറ്റർ ദ ഹ്യൂമൻസ്. അതായത് എങ്ങനെയാണ് ഈ രോഗം ബാധിക്കുന്ന, ഈ രോഗം പരത്തുന്ന വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്, എങ്ങനെയായിരിക്കും എത്തുന്നത്? അത് എക്സാമിന് 1 മാർക്കിന് കയറി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സലൈവ ആൻഡ് യൂറിൻ ഓഫ് ദി ബാറ്റ്സ് റിമെയിൻസ് ഓഫ് ദി ഫ്രൂട്ട് ഈറ്റൻ ബൈ ബാറ്റ്സ്, പിഗ്സ്. അതായത് ബാറ്റും പിഗും, വവ്വാലും പന്നിയും ഒക്കെ കഴിച്ച ഫുഡിനകത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട്സിനകത്തൊക്കെ ബാലൻസ് ഫുഡ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ യൂറിൻ കണ്ടന്റോ സലൈവയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ആയിരിക്കും നമ്മളുടെ ശരീരത്തിലേക്ക് ഈ രോഗം വരുത്തുന്ന വൈറസുകൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നെക്സ്റ്റ് വൈറസ് ഡിസീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എയ്ഡ്സ് ആണ്. അക്വയർഡ് ഇമ്മ്യൂണോ
ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന നമ്മുടെ എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. അത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് രോഗകാരിയുടെ പേര് പഠിക്കുന്ന മക്കളെ HIV വൈറസ് ആണ് കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന HIV വൈറസ് ആണ് ഈ രോഗം വരുത്തുന്ന രോഗകാരി, മറക്കരുത്. ഇനി HIV എയ്ഡ്സ് കിട്ടി, നമുക്ക് HIV ഫുൾ ഫോം കിട്ടി, അതൊരു വൈറസ് ആണെന്ന് കിട്ടി. മോഡ് ഓഫ് അഫെക്ഷൻ, എങ്ങനെയാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത്? HIV നോക്കിക്കോ, HIV enters the body and multiplies using the ജനറ്റിക് മെക്കാനിസം ഓഫ് ദി ലിംഫോസൈറ്റ്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് HIV വൈറസ് കയറിയതിനു ശേഷം നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ജനറ്റിക് മെക്കാനിസം ഏറ്റെടുത്തുകൊണ്ട് അവർ എന്താണ്, ലിംഫോസൈറ്റുകൾ ചെയ്യുന്ന മുഴുവൻ മെക്കാനിസം ആരെ ഏറ്റെടുക്കും? ഈ വൈറസ് അങ്ങ് ഏറ്റെടുക്കും. ഹെൻസ് അങ്ങനെ സംഭവിക്കുമ്പോഴോ ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസസ് ആൻഡ് റെഡ്യൂസസ് ദ ഇമ്മ്യൂണിറ്റി ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു. എണ്ണം കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് വേരിയസ് അതർ പാത്തജൻസ് വിച്ച് എൻ്റർ ദ ബോഡി ഇൻ സച്ച് സിറ്റുവേഷൻസ് മേക്ക് ദ കണ്ടീഷൻ AIDS മോർ ഡേഞ്ചർ. അതായത് ആ ഒരു സമയത്ത് ഈ പറയുന്ന ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ പരിസരത്തൂടെ പോകുന്ന മുഴുവൻ പാത്തജൻസും മുഴുവൻ രോഗകാര്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മാരകമായിട്ടുള്ള കണ്ടീഷനിലേക്ക് എയ്ഡ്സിനെ മാറ്റുന്നത് വേറെ ഒന്നുമല്ല, ഈ പറയുന്ന രോഗകാരികൾ, അതായത് ഓൾറെഡി വൈറസ് ബാധിച്ചു കഴിഞ്ഞു, ലിംഫോസൈറ്റ് പോയി, നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ബാക്കിയുള്ള രോഗം പരത്തുന്ന ആ പരിസരത്തൂടെ പോകുന്ന മുഴുവൻ ഓർഗാനിസംസും മൈക്രോ ഓർഗാനിസംസും രോഗകാരികളും നമ്മുടെ ശരീരത്തിനകത്തേക്ക് എൻ്റർ ചെയ്ത് കയറുന്നത് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് one more thing, mode of transmission, എങ്ങനെയാണ് രോഗം പകരുന്നത് മക്കളെ? ഒന്നാമത്തെ കാര്യം, ത്രൂ സെക്ഷുവൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓൾറെഡി HIV ഉള്ള ഒരാളിൽ നിന്ന്, എയ്ഡ്സ് ബാധിച്ച ഒരാളിൽ നിന്ന് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ മറ്റൊരാളിലേക്ക് പകരാം. അതുപോലെ തന്നെ ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, HIV ബാധയുള്ള അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്, ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരാം. ബൈ ഷെയറിംഗ് ദ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്, അതായത് HIV ഘടകങ്ങളുള്ള നീഡിലുകൾ, സിറിഞ്ചുകളോ സൂചികളോ ഉപയോഗിക്കുന്നതിലൂടെ അതായത് രണ്ട് പേഷ്യൻസിന്റെ കാര്യം പറയുന്നത്. പേഷ്യൻസ്, അതായത് ഹോസ്പിറ്റൽസിൽ ഒരു പേഷ്യന്റിന്, ഇപ്പൊ HIV ഉള്ള പേഷ്യന്റിന് യൂസ് ചെയ്ത സിറിഞ്ച് മറ്റൊരു പേഷ്യന്റിന് യൂസ് ചെയ്താൽ അതിലൂടെ പകരാം. ഡ്രഗ് അബ്യൂസേഴ്സിന്റെ കേസിൽ എന്താണ്, അവർ ഷെയർ ചെയ്ത് നീഡിൽസ് ഉപയോഗിച്ചാൽ ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ മറ്റൊരാളിലേക്കും പകരാം. അതുപോലെ തന്നെ ത്രൂ ദ റിസെപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV ബാധയുള്ള ആളുകളിൽ നിന്ന് രക്തം സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അവയവങ്ങൾ ദാനം ചെയ്യില്ല, മാറ്റിവെക്കില്ല. ഒരാൾക്ക് അവയവം ഇല്ലെങ്കിൽ മറ്റൊരാൾ ഡൊണേറ്റ് ചെയ്യുമല്ലോ. ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് HIV എയ്ഡ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വാങ്ങുന്ന ആളിലേക്കും ആ എയ്ഡ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ കയറി വരാം. അപ്പൊ നിർബന്ധമായിട്ടും HIV എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക, അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, എയ്ഡ്സ് പകരുന്ന വിധം എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് നോക്കുക നിങ്ങൾ, എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല, എയ്ഡ്സ് ഡസൻ സ്പ്രെഡ്, എയ്ഡ്സ് പകരാത്ത രീതിയൊക്കെയാണ് ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിംഗ്, സ്നീസിങ്, അതായത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴോ ഒന്നും എന്ത് ചെയ്യില്ല. അല്ലെങ്കിൽ മറ്റൊരാളെ, എയ്ഡ്സ് ഉള്ള ഒരാൾ വേറൊരാളെ ടച്ച് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എയ്ഡ്സ് ഉള്ള ആളുകൾ ടച്ച് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, എയ്ഡ്സ് പകരത്തില്ല. ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മൊസ്കിറ്റോ, ഹൗസ് ഫ്ലൈസ് എക്സെട്ര, ഈച്ച, കൊതുക് പോലെയുള്ള പ്രാണികളിലൂടെ ഒരിക്കലും എയ്ഡ്സ് പകരില്ല. ബൈ സ്റ്റേയിങ് ടുഗെദർ ആൻഡ് ഷെയറിംഗ് ഫുഡ്, ഒരുമിച്ച് താമസിച്ചത് കൊണ്ടോ, ഒരുമിച്ച് ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചത് കൊണ്ടോ ഒന്നും ഒരിക്കലും എയ്ഡ്സ് പകരത്തില്ല. ബൈ യൂസിങ് സെയിം ടോയ്ലറ്റ്, ഒരേ ടോയ്ലറ്റ് തന്നെ രണ്ടുപേർ, അതായത് എയ്ഡ്സ് ഉള്ള വ്യക്തി ഉപയോഗിച്ച ടോയ്ലറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് എയ്ഡ്സ് പകരത്തില്ല. അതുപോലെ ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്, ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ കുളത്തിൽ ഒരുമിച്ച് കുളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരേ സ്വിമ്മിംഗ് പൂളിൽ ഒരുമിച്ച് സ്വിം ചെയ്തത് കൊണ്ടോ ഒന്നും ഒരിക്കലും എയ്ഡ്സ് പകരത്തില്ല. അപ്പൊ അത് കൃത്യമായിട്ട് എയ്ഡ്സ് പകരാത്ത വിധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് എക്സാമിന് ചോദിക്കും. എയ്ഡ്സ് ചോദിച്ചാൽ അതിന്റെ കൂട്ടത്തിൽ സാധാരണഗതിയിൽ കയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരാം, എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല എന്നുള്ളത് കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ഡിസീസ് മക്കളെ, ഹെപ്പറ്റൈറ്റിസ് ആണ് നമ്മുടെ അടുത്ത രോഗം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ലിവർ ഡിസീസ് ആണ്, മെയിൻലി വൈറസ് വരുത്തുന്ന ഒരു ലിവർ ഡിസീസ്, ഒരു കരൾ രോഗമാണ്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. മേജർ സിംറ്റംസ് എന്ന് പറയുന്ന ഈ പ്രധാന ലക്ഷണങ്ങളുടെ ഭാഗം ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ? ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിവർ, കരളിനുണ്ടാകുന്ന വീക്കം, നീർവീക്കം വരെ, കരളിൽ നീര് വെക്കുക. അതുപോലെ തന്നെ ഡാർക്ക് യെല്ലോ കളർ ടു ദി മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ഇല്ലേ, ശ്ലേഷ്മ സ്തരം എന്ന് പറയും. ഈ ശ്ലേഷ്മ സ്ഥലത്തിന് ഒരു കട്ടിയുള്ള ഡാർക്ക് യെല്ലോ, മഞ്ഞ നിറത്തിലേക്ക് അത് മാറുക. അതുപോലെ വൈറ്റ് പോർഷൻ ഓഫ് ദി ഐസ് ആൻഡ് നെയിൽസ്, അതായത് നമ്മുടെ കണ്ണിലെ വെളുത്ത ഭാഗത്തിനും നഖത്തിനും ഒക്കെ എന്തായിരിക്കും, കടും മഞ്ഞ നിറത്തിൽ. കണ്ടോ, നഖവും അതുപോലെ തന്നെ നമ്മുടെ കൈവെള്ളയിലും അതുപോലെ മുഖത്തും കണ്ണിന്റെ ഉള്ളിലെ വൈറ്റ് പോർഷനിലൊക്കെ മഞ്ഞ നിറം വരാം. ഇതാണ് ഇതിന്റെ മേജർ സിംറ്റംസ് അല്ലെങ്കിൽ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക മക്കളെ. മോഡ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ രോഗകാരണം, രോഗം ബാധിക്കുന്ന എങ്ങനെയാണ്,
That is, when the flow of bile secreted by the liver is blocked, an increase in the level of bile pigment called bilirubin in the blood is noticed. Very important, very important. Bilirubin കാര്യം അവിടെ പറഞ്ഞിരിക്കണം. നമ്മുടെ ബ്ലഡ്, അതായത് ബോഡിയിലൂടെയുള്ള ഡൈജഷന്റെ ഒക്കെ സമയത്ത് നടക്കുന്ന ബൈലും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ. ബൈലിന്റെ, ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിന്റെ ഫ്ലോ അല്ലെങ്കിൽ അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിനകത്ത് ഇൻക്രീസ് ദ ലെവൽ ഓഫ് ബൈൽ പിഗ്മെന്റ്, ബൈലിന്റെ പിഗ്മെന്റ് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടും. ആ പിഗ്മെന്റിന്റെ പേര് മക്കൾ മറക്കരുത്, ബിലിറുബിൻ. നമ്മളിവിടെ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബിലിറുബിൻ എന്നാണ് അതിന്റെ പേര്. ബിലിറുബിൻ പിഗ്മെന്റിന്റെ അളവ് മഞ്ഞ നിറമാണ്, അത് ഭയങ്കരമായിട്ട് കൂടുന്നത് കണ്ടാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരുന്നത് കേട്ടോ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിലെ പ്രവാഹം തടയുന്നത് വഴി പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ ഭയങ്കരമായിട്ട് കൂടുന്ന കണ്ടീഷൻ ആണ് എന്ത്, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ മഞ്ഞപ്പിത്തം ഒന്നും കേട്ടിട്ടില്ലേ? ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, രോഗം എങ്ങനെയാണ് പകരുക? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. മക്കളെ, മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എക്സ്ക്രീറ്റ് ഓഫ് ദി പേഷ്യന്റ്, അതായത് ഈ രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ, യൂറിനിലൂടെ അതുപോലെ ഫീക്കൽ മാറ്ററിലൂടെ ഒക്കെ എന്താണ് പേഷ്യൻസിൽ നിന്ന് മറ്റാളുകളിലേക്ക് രോഗം ട്രാൻസ്മിറ്റ് ചെയ്യാം, പകരാം. അങ്ങനെ വൈറസ് ഡിസീസുകളും അവസാനിക്കുമ്പോൾ ഫംഗൽ ഡിസീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫംഗൽ ഡിസീസിലെ ആദ്യത്തേത് റിംഗ്വേം ആണ്, വട്ടച്ചുറി എന്ന് പറയും. സിംറ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിംറ്റംസ് നമ്മുടെ റിംഗ്വേമിന്റെ റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ സ്കിൻ, അതുപോലെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ കോണ്ടാക്ട് എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. അതായത് ഫംഗസുകൾ നമ്മുടെ സ്കിന്നിൽ, ത്വക്കിലുണ്ടാക്കുന്ന ഒരു രോഗമാണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്. രോഗലക്ഷണം, സിംറ്റംസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വട്ടത്തിലുള്ള ചുവന്ന കളറിലെ, അതായത് റെഡ് കളറിലെ തിണർപ്പ് പോലെ, ബ്ലിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ തിണർപ്പുകൾ എന്നാണ്. നമ്മുടെ രോഗം ഈ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ സ്കിന്നിന്റെ സർഫസിലേക്ക് നല്ല റെഡ് കളറിൽ, നമ്മൾ ചൊറിയൻ പുഴുവൊക്കെ കടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ തിണർത്ത് വരത്തില്ലേ, പുഴു കടിച്ചു കഴിയുമ്പോൾ, അതുപോലെയാണ് ഈ പറഞ്ഞ തിണർപ്പ് പോലെ റെഡ് കളറിലെ തിണർപ്പുകളായിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇതിന്റെ സിംറ്റം ആയിട്ടുള്ള ഒരു സാധനം എക്സ്പ്രസ് ആവാം. രോഗം പകരുന്നത് ഉറപ്പായിട്ടും കോണ്ടാക്ട്, ബൈ കോണ്ടാക്ട്, സ്പർശനത്തിലൂടെ, സമ്പർക്കത്തിലൂടെ. ഇപ്പൊ ഡിസീസ് ഉള്ള ആളുടെ സ്കിന്നിലെ ഈ ഡിസീസിന്റെ ഈ കാരണം ബോഡിയുടെ കണ്ടന്റ് ഡാമേജ് ആക്കിയിട്ടുള്ള ഫംഗസ് ഉണ്ടാവും. നമ്മൾ അവിടെ പോയി കോണ്ടാക്ട് ചെയ്ത് ടച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ നമ്മുടെ ബോഡിയിലേക്കും ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആൻഡ് ഇവിടെ അടുത്ത രോഗം നോക്കുക മക്കളെ, അത്ലറ്റ്സ് ഫൂട്ട് എന്നാണ് നമ്മുടെ ഈ രോഗത്തിന്റെ പേര്. സിംറ്റം, രോഗലക്ഷണം നോക്കി, അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കെയിലി റാഷസ് ദാറ്റ് കോസ് ഇച്ചിങ് ഓൺ ദ ഫുഡ് ആൻഡ് ബിറ്റ്വീൻ ദ ടോസ്. നമ്മുടെ ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ എന്ന് പറയും കേട്ടോ. നമ്മുടെ എവിടെയാണ് ബോഡി പാർട്സ് മെയിൻലി അവർ പറഞ്ഞിരിക്കുന്നത്, ഫുഡ്, കാൽപാദങ്ങളിലും വിരലുകളുടെ ഇടയിലും ഒക്കെ എന്താണ് ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സ്കെയിൽസ്, ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോകുന്നു, സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോരത്തില്ലേ, അതുപോലെ ഇരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു സാധനം നമ്മുടെ ഫൂട്ടിലും, അതായത് കാലിന്റെ ഭാഗത്തും നഖങ്ങളുടെ വിരലുകളുടെ ഇടയിലൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും. ഇനി രോഗം പകരുന്ന രീതി ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ, മലിനമാക്കപ്പെട്ട മണ്ണിലും അതുപോലെ അഴുക്ക് വെള്ളത്തിലും നമ്മൾ കടന്ന് നടക്കുന്ന സമയത്ത് നമ്മുടെ കാൽപാദത്തിലെ വിരലുകൾക്കിടയിലൂടെയാണ് ഈ രോഗകാരിയായിട്ടുള്ള ഫംഗസ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതുപോലെ തന്നെയാണ് രോഗം വരുന്നത്. എല്ലാവർക്കും രോഗം അങ്ങനെയാണ് വരുന്നത് കേട്ടോ, കണ്ടാമിനേറ്റ്. അതാണ് നമ്മൾ ഈ പറയുന്നത്, മണ്ണിലും അതുപോലെ ചെളിയിലും വെള്ളത്തിലും ഒക്കെ നടക്കുന്ന സമയത്ത് ചെരുപ്പ് യൂസ് ചെയ്ത് നടക്കണം. നമ്മുടെ നോർമൽ നേക്ഡ് കാല്, നഗ്നപാദങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. ഇനി പ്രോട്ടോസോവ രോഗങ്ങളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഷുവർ, ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തേത് മലേറിയ ആണ് മക്കളെ, മലമ്പനിയാണ്. പാത്തജൻ, രോഗകാരിയുടെ പേര് പ്ലാസ്മോഡിയം. വെക്ടർ, വാഹകർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. വെരി ഇമ്പോർട്ടന്റ്, അനോഫിലസ് പെൺകൊതുക് എന്ന് തന്നെ എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ. രോഗം പരത്തുന്ന വെക്ടർ, രോഗകാരി നമ്മുടെ പ്ലാസ്മോഡിയം ആണ്. വാഹകർ അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഹോസ്റ്റ്, അവരുടെ ആതിഥേയ ജീവി മനുഷ്യനാണ്. മനുഷ്യരിലേക്കാണ് എല്ലാം നേരെ വന്ന് ഇടിച്ചങ്ങ് കയറുന്നത്. മേജർ സിംറ്റംസ് നോക്കാം നമുക്ക്. മലേറിയ, മലമ്പനിയുടെ പ്രധാനപ്പെട്ട സിംറ്റം, രോഗലക്ഷണങ്ങൾ, ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, നല്ല വിയർപ്പോട് കൂടിയ ഭയങ്കര വിറയലോട് കൂടിയ ശക്തമായ പനി ഉണ്ടായിരിക്കും. ഹെഡേക്ക്, തലവേദന, വോമിറ്റിംഗ്, ഛർദി, ഡയറിയ, വയറിളക്കം, അതുപോലെ അനീമിയ, ഭയങ്കര വിളർച്ച, വയറിളക്കം, ഛർദി, അനീമിയ എല്ലാം ഭയങ്കരമായിട്ട് ഈ പേഷ്യന്റിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ചോദിക്കും കേട്ടോ എക്സാമിന്. അപ്പോൾ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോളാം. മലേറിയയുടെ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അടുത്തത് മന്ത് രോഗം, കേട്ടിട്ടുണ്ടാവുമല്ലോ മക്കള്. ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ത് രോഗം എന്ന് പറയും. രോഗകാരി ഫൈലേറിയൽ വാം, ഫൈലേറിയൽ വിരകളാണ്. വെക്ടർ, വീണ്ടും വട്ടവിട്ട് പഠിക്കാൻ തെറ്റിക്കരുത്, ക്യുലെക്സ് മോസ്കിറ്റോസ്. ക്യുലെക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. മലേറിയ കഴിഞ്ഞാൽ നമ്മൾ ഫൈലേറിയാസിസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫൈലേറിയാസിസ് മന്ത് രോഗത്തിന്റെ വെക്ടർ, വാഹക ജീവി എന്ന് പറയുന്ന ക്യുലെക്സ് മോസ്കിറ്റോ ആണ്, ക്യുലെക്സ് കൊതുകുകളാണ്, തെറ്റരുത്. ഇനി മോഡ് ഓഫ് അഫെക്ഷൻ ഇതിനുണ്ട്. രോഗം എങ്ങനെയൊക്കെയാണ് പകരുന്നത്, രോഗ കാരണം എന്താണ് നോക്കിക്കേ. worm stay in the lymph duct and obstruct the flow of lymph by blocking the duct. അതായത് നമ്മുടെ ലിംഫ് വാഹികൾക്കുള്ളിൽ
ലിംഫ് ഒഴുകി പോകുന്ന ട്യൂബുകളില്ലേ, ആ ലിംഫ് ട്യൂബുകൾക്കുള്ളിൽ ഈ പറയുന്ന വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം, ലിംഫിന്റെ ഫ്ലോ അവിടെ തടസ്സപ്പെടുന്നു. ആൻഡ് അതിന്റെ പ്രധാന സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വെല്ലിംഗ് ഇൻ ദ ലിംഫ് ഡക്ട് കേട്ടോ. അതായത് ലിംഫിൽ അല്ലെങ്കിൽ ലിംഫ് വാഹികളിൽ ഭയങ്കരമായിട്ട് ഒരു സ്വെല്ലിംഗ്, വീങ്ങി വീർക്കുക, നീര് വെച്ച് ലിംഫുകൾ വീർക്കുന്ന ഒരു കണ്ടീഷനിലേക്ക്, അതാണ് മേജർ സിംറ്റം ആയിട്ട് നമ്മൾ ഇതിന്റെ പറയുന്നത്, മറക്കരുത്. ഇനി നമ്മൾ ജനറ്റിക് ഡിസീസസിലേക്ക്, ജനിതക രോഗങ്ങളിലേക്കാണ് കിടക്കുന്നത്. അതിനകത്ത് ഹീമോഫീലിയ എക്സാമിന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ. എന്താണ് ഹീമോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷൻ? ബ്ലഡ് ക്ലോട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ. നമ്മുടെ രക്തത്തിൽ, ബ്ലഡിലെ പ്ലാസ്മയിലുള്ള ചില പ്രോട്ടീൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ രക്തം കട്ട പിടിക്കുന്നത്, മുറിവുണ്ടാകുമ്പോൾ അല്ലെ. വെൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ ദ പ്രോട്ടീൻ സിന്തസിസ് ബിക്കം ഡിഫക്റ്റീവ്, അതായത് നമ്മുടെ ഈ പ്രോട്ടീൻ, അതായത് ജീൻ എന്താ പറയാ, റെഡ് ബ്ലഡ് സെൽസ് ഇല്ലേ, ബ്ലഡ് സെൽസ് ക്ലോട്ട് ആവാനായിട്ട് അല്ലെങ്കിൽ RBC കട്ട പിടിക്കാൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ചില പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്ന ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ജീനുകളുടെ പ്രവർത്തനം തകരാറിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രോട്ടീൻ ഉണ്ടാവില്ല അല്ലെ. പ്രോട്ടീൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രോട്ടീൻ ഉണ്ടായില്ലെങ്കിൽ മുറിവുകളിൽ രക്തം കട്ട പിടിക്കാനും പോകുന്നില്ല. ഓക്കെ, അങ്ങനെ രക്തം കട്ട പിടിക്കാതെ ചെറിയ മുറിവിലൂടെ, മൈനർ വൂൺസ് എന്ന് വെച്ചാൽ ചെറിയ മുറിവിലൂടെ പോലെയും ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഹീമോഫീലിയ എന്ന് പറയാ. എ കംപ്ലീറ്റ് ക്യൂർ ഇസ് നോട്ട് പോസിബിൾ ഫോർ ഇറ്റ്. ഒരു സ്ഥിരമായിട്ടുള്ള, പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല ഇത്. ഒരു കംപ്ലീറ്റ് ക്യൂർ ഇസ് നോട്ട് പോസിബിൾ ഫോർ ദിസ്. ആൻഡ് ഐഡന്റിഫൈ ആൻഡ് ഇൻജെക്ടിങ് ദ ഡെഫിഷ്യന്റ് പ്രോട്ടീൻ ഇസ് എ ടെമ്പററി റിലീഫ്. ഒരു താൽക്കാലികമായിട്ട് നമുക്കിതിന് ഒരു ചികിത്സ അല്ലെങ്കിൽ കൊടുക്കാൻ, ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്ന് പറയുന്ന കാര്യം ഒന്നേ ഉള്ളൂ. അവിടെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള, അവിടെ കുറവുള്ള, അളവ് കുറഞ്ഞ ആ പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക, രോഗികളിലേക്ക് ഇത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്ത്, ഒരു ക്യൂറേറ്റീവ് മെഷർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ്, സിക്കിൾ സെൽ അനീമിയ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എക്സാമിന് ചോദിക്കും, വിത്ത് ഫിഗർ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ഹീമോഗ്ലോബിൻ. നമുക്ക് അറിയാം, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്നത് പല പല അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് എന്ന് നമുക്കറിയാം അല്ലെ. ദ ഡിഫക്ട്സ് ഇൻ ദ ജീൻ കോസസ് ഡിഫോമിറ്റീസ് ഇൻ ദ സീക്വൻസിംഗ് ഓഫ് അമിനോ ആസിഡ്. അതായത് ജീനുകളിലെ എന്തെങ്കിലും തകരാറ് അല്ലെങ്കിൽ വൈകല്യം അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ ഒരു വൈകല്യം വരുത്തുന്നു. മനസ്സിലായോ? അമിനോ ആസിഡുകളിൽ ഒരു ഡാമേജ് ഉണ്ടാക്കുന്നു. വൈകല്യം വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ദി സ്ട്രക്ചർ ഓഫ് ദി ഹീമോഗ്ലോബിൻ ചേഞ്ചസ് ഇൻടു റെഡ് ബ്ലഡ് സെൽസ്. അതായത് റെഡ് ബ്ലഡ് സെൽസിനകത്തെ ഹീമോഗ്ലോബിന്റെ രക്തഘടന, അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്തുന്നു. അങ്ങനെ റെഡ് ബ്ലഡ് സെല്ലുകൾ, നമ്മുടെ അരുണ രക്താണുക്കള് ബെൻസ് ലൈക്ക് സിക്കിൾ, അരിവാള് പോലെ വളഞ്ഞു പോകുന്നു. ഓക്കെ, അരിവാളിന്റെ ഷേപ്പിൽ, ഒരു C ഷേപ്പിലേക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇതിന് നമ്മൾ അരിവാൾ രോഗം എന്നൂടെ പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ എക്സ്പ്ലനേഷൻ ആയി നമ്മൾ എക്സാമിന് കൊടുക്കേണ്ടി വരും മക്കളെ, ഉറപ്പായിട്ട് കൊടുക്കേണ്ടി വരും. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദി റെഡ് ബ്ലഡ് സെൽസ് ഡിക്രീസസ്. നമ്മുടെ അരുണ രക്താണുക്കൾക്ക് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന് ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് അങ്ങ് നഷ്ടപ്പെടും. സിക്കിൾ ഷേപ്ഡ് RBC, അങ്ങനെ അരിവാള് പോലെ വളഞ്ഞ ഈ RBC, അരുണ രക്താണുക്കൾ എന്ത് ചെയ്യും? collected in the blood vessels and block the flow of blood in them. രക്തക്കുഴലുകൾക്കുള്ളിൽ തടഞ്ഞു നിന്ന് രക്തത്തിന്റെ അതിലൂടെയുള്ള പ്രവാഹം, ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു. ഈ ഫിഗർ വെരി ഇമ്പോർട്ടന്റ്. RBC സിക്കിൾ ഷേപ്പിലായിട്ട് മാറുന്നു. അത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറിനകത്ത് ആരോ മാർക്കിട്ട് കാണിച്ചേക്കണുണ്ടോ? അരിവാള് പോലെ വളഞ്ഞ സാധനം ഇതിനകത്ത് തങ്ങി നിന്ന് ബ്ലഡിന്റെ ഫ്ലോ ബ്ലോക്ക് ആക്കുന്നതാണ്ടോ? അങ്ങനെ ബ്ലോക്ക് ആവും, ബ്ലഡിന്റെ ഫ്ലോ ബ്ലോക്ക് ആവുന്ന ഈ കണ്ടീഷനാണ് ജനറ്റിക് ഡിസോർഡർ, ജനിതക വൈകല്യമാണ് സിക്കിൾ സെൽ അനീമിയ. മൂന്നാമത്തേത് ക്യാൻസറിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ക്യാൻസർ ഇസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ് ടു ടിഷ്യൂസ്. മക്കളെ, അനിയന്ത്രിതമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ കോശ വിഭജനം, സെൽ ഡിവിഷനിലൂടെ ഈ പറയുന്ന ക്യാൻസർ കോശങ്ങൾ പെരുകി മറ്റുള്ള അടുത്തടുത്തുള്ള കോശങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. സെൽസ് സ്പ്രെഡ് ആകും, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ആകും. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അൺകൺട്രോളബിൾ ആണ്. Normal cells get transformed into cancerous cells when the control system of the cell division fails. അതായത് നോർമൽ ആയിട്ട് സാധാരണ നമ്മുടെ കോശം, സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്ന കോശ വിഭജന പ്രക്രിയയുടെ നിയന്ത്രണ സംവിധാനങ്ങൾ മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യും? തകരാറായി പോകുന്നതിലൂടെയാണ് സാധാരണ സെൽസ്, സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. ഇറ്റ് മേ ബി ഡ്യൂ ടു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, റേഡിയേഷൻസ്, വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എക്സെട്ര. ഈ ക്യാൻസർ വരാനുള്ള ഈ പ്രധാന കാരണങ്ങളായിട്ട് നമുക്ക് പരിസ്ഥിതി ഘടകങ്ങൾ പറയാം, അതുപോലെ പുകവലി കാരണമായിട്ട് പറയാം, റേഡിയേഷൻസ്, വികിരണങ്ങള്, വൈറസുകള്, ചില പാരമ്പര്യ ഘടകങ്ങൾ അല്ലെ, ജനറ്റിക്സ്, ജനിതകമായിട്ട്
ഹെറിഡിറ്ററി ആയിട്ട് പാരന്റ്സിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന എന്തെങ്കിലും ഫാക്ടറുകളും ആകാം. ഇറ്റ് ബിക്കേം കോംപ്ലിക്കേറ്റഡ് വിത്ത് സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽസ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്. മക്കളെ, ഈ പറയുന്ന ക്യാൻസർ രക്തത്തിലൂടെയാണ് പകരുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പണിയായിരിക്കും. കാരണം ബ്ലഡ് എല്ലാ പാർട്സിലേക്കും ബോഡിയുടെ ഒഴുകി എത്തുന്നത് കൊണ്ട് തന്നെ ഇത് എല്ലാ സ്ഥലത്തേക്കും ക്യാൻസർ സെൽസിനെ കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് ബ്ലഡിലൂടെയും ലിംഫിലൂടെയൊക്കെയാണ് ക്യാൻസർ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും. ആൻഡ് ചികിത്സാ രീതി എക്സാമിന് ചോദിക്കാറുണ്ട്. ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ, സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ആർ ദ ട്രീറ്റ്മെന്റ്സ്. ഇത് മസ്റ്റ് ആയിട്ടും പറയണം. 3 ട്രീറ്റ്മെന്റിന്റെ പേര് എഴുതണം കേട്ടോ. ക്യാൻസർ ട്രീറ്റ്മെന്റ് ചോദിച്ചാൽ 3 ട്രീറ്റ്മെന്റിന്റെ പേരുകളും ധൈര്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, എവിടെയും മാർക്ക് പോകത്തില്ല. ഇനി കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും. ഡയബറ്റിസ്, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ഇത്രയും ഡിസീസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പറയുന്ന ഡയബറ്റീസിന്റെ കേസിൽ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓർ ഇറ്റ്സ് മാൽ ഫംഗ്ഷനിങ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകും, നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചേക്കുന്നതാണ് അല്ലേ. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനത്തിൽ എന്തെങ്കിലും മാൽ ഫംഗ്ഷനിങ്, സാധാരണമല്ലാത്ത രീതിയിൽ അത് പ്രവർത്തിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടീഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഫാറ്റി ലിവർ, ഡെപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവർ, കരളിൽ ഭയങ്കരമായിട്ട് ഒരുപാട് എക്സസ് എമൗണ്ട് ഓഫ് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രോക്ക് എന്ന് പറയുന്ന റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ ബ്ലോക്സ് ദ ബ്ലഡ് ഫ്ലോ. നമ്മുടെ ബ്രെയിനിൽ, മസ്തിഷ്കത്തിലെ ബ്ലഡ് വെസൽസ്, രക്തലോമികകൾ പൊട്ടിപ്പോയിട്ട് അതിലൂടെയുള്ള രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ ഡിക്രീസസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് ദി ആർട്ടറീസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ്. കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിലൂടെ രക്തക്കൊഴലുകളുടെ അകത്ത് നോർമൽ ഒഴുകുന്ന രക്തത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഡയമീറ്റർ കുറഞ്ഞ് അതിലെ ഒഴുകുന്ന രക്തത്തിന്റെ എമൗണ്ട് കുറയുന്നു. ദാറ്റ് ഈസ് ഹൈപ്പർ ടെൻഷൻ. ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ കൊറോണറി ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കൊറോണറി ആർട്ടറി, കൊറോണറി ധമനികൾക്കകത്ത് എന്താണ്, കൊഴുപ്പടിഞ്ഞു കൂടുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പർ ടെൻഷൻ അമിത രക്തസമ്മർദ്ദമാണ്. സ്ട്രോക്ക് എന്ന് പറയുന്നത് പക്ഷാഘാതമാണ്. ഫാറ്റി ലിവറും പ്രമേഹവും അതുപോലെ തന്നെ പഠിക്കാൻ ഓരോന്നിന്റെയും റീസൺസ്, കാരണമാണ് മക്കൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ആൻഡ് സ്മോക്കിംഗ് ആൻഡ് ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കിടക്കുന്നുണ്ട്. അതായത് പുകവലിയും അതിന്റെ ദൂഷ്യഫലങ്ങളും. പുകവലിച്ചാൽ ബ്രെയിനിന് എന്ത് സംഭവിക്കും, സ്ട്രോക്ക് വരും. അഡിക്ഷൻ ടു നിക്കോട്ടിനോട് വിധേയത്വമായി പോകും. ലങ്സിൽ എന്ത് പറ്റും, ലങ്സിൽ ക്യാൻസർ വരും, ബ്രോങ്കൈറ്റിസ് വരും, എംഫൈസിമ വരും. ഹാർട്ടിനാണെങ്കിലോ ഹൈപ്പർ ടെൻഷൻ, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ആർട്ടറീസ്, ഡിക്രീസ് ഇൻ ദ ഫംഗ്ഷനിങ് എഫിഷ്യൻസി. അതായത് പുകവലിക്കുന്നതിലൂടെ തലച്ചോറിൽ പക്ഷാഘാതം ബാധിക്കാം, നിക്കോട്ടിനോട് വിധേയത്വം വരാം, അതുപോലെ ശ്വാസകോശത്തിനകത്ത് ശ്വാസകോശത്തിലെ ക്യാൻസർ വരാം, ബ്രോങ്കൈറ്റിസും എംഫൈസിമയും വരാം. ഹൃദയത്തിൽ വരുമ്പോൾ എങ്ങനെ പറ്റാം അല്ലെങ്കിൽ എന്താ പറ്റുക, ഉയർന്ന രക്തസമ്മർദ്ദം വരാം, അതുപോലെ ധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടാം, ഇനി പ്രവർത്തനക്ഷമത കുറയാം, ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് നോർമൽ ആയിട്ട് വർക്ക് ചെയ്യാതെ അത് മൊത്തത്തിൽ ഡാമേജ് ആയി പോകുന്ന കണ്ടീഷനിലേക്ക് വരാം. സോ ഹിയർ ശ്രദ്ധിക്കുക, നോ സ്മോക്കിംഗ്. ഓക്കെ, സ്മോക്കിംഗ് പാടില്ല. ആൻഡ് ഇവിടെ ഡിസീസസും പാത്തജൻസും എവിടത്തെയാണ്, അനിമൽസിലെയാണ്, മനുഷ്യരുടെ അല്ല, അനിമൽസിൽ, ജന്തുക്കളിലെ രോഗങ്ങളാണ്. ബാക്ടീരിയ വരുത്തുന്ന രോഗങ്ങൾ ആന്ത്രാക്സ്, ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, ആന്ത്രാക്സും അകിട് വീക്കോ ആണ് ബാക്ടീരിയ വരുത്തുന്ന രോഗങ്ങൾ. ആൻഡ് അടുത്തത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വരുത്തുന്നു വൈറസ്. മക്കൾ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. വൈറസ് ജന്തുക്കളിൽ വരുത്തുന്ന രോഗം ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗം എന്ന് നമ്മൾ പറയും, കുളമ്പ് രോഗം. ആൻഡ് പാത്തജൻസ് ആൻഡ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിൽ, സസ്യങ്ങളിലെ രോഗങ്ങളാണ് മക്കളെ ബാക്ടീരിയ, അതുപോലെ നോക്കിക്കേ വൈറസ്, ഫംഗസ്. ബാക്ടീരിയ വരുത്തുന്നത് ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. വഴുതനങ്ങളിൽ, ബ്രിഞ്ചാളിൽ, അതായത് നമ്മുടെ പറയുന്ന വിൽറ്റ് ഡിസീസ്, വാട്ടരോഗം എന്ന് പറയും. അതേപോലെ ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, നെല്ലിലെ വാട്ടരോഗം അല്ല, നെല്ലിലെ ബ്ലൈറ്റ് രോഗമാണ്. മൊസൈക് ഡിസീസ് ഇൻ പീ, പയറ് ചെടിയിലും അതുപോലെ ടപ്പിയോക്ക, കിഴങ്ങിന്റെ എല്ലാ ചെടിയിലും വരുന്ന ഒരു രോഗമാണ് മൊസൈക്ക് രോഗം. അതുപോലെ തന്നെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, അണ്ടർലൈൻ ചെയ്തോ, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, ബനാനയിലെ, വാഴയിലെ കുറുനാമ്പ് രോഗം എന്ന് മലയാളത്തിൽ പറയും. ഫംഗസ് വരുത്തുന്നത് പെപ്പർ, കുരുമുളകിലെ ക്യുക്വിൽട്ടും അതുപോലെ കോക്കനട്ടിലെ ബഡ്രോട്ടും, കൂമ്പുചീയലാണ് കേട്ടോ. കൂമ്പുചീയലും ദ്രുതവാട്ടവും നമ്മൾ പറയും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബാക്ടീരിയ, നെൽച്ചെടിയിൽ ബ്ലൈറ്റ് രോഗം, വഴുതനയിൽ വാട്ടരോഗം, വൈറസ് പയറിലും മരച്ചീനിയിലും, മൊസൈക്ക് രോഗം, വാഴയിലെ
കുറുനാമ്പ് രോഗം, ഓക്കെ, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ഫംഗസ് വരുത്തുന്ന രോഗങ്ങളാണ് കുരുമുളകിലെ ദ്രുതവാട്ടം, അതുപോലെ തെങ്ങിന്റെ കൂമ്പ് ചീയൽ. അപ്പോ ഇത്രയും ഡിസീസുകൾ പ്ലാന്റ്സിൽ വരുത്തുന്നുണ്ട്. ഇതിനു മുന്നേ പറഞ്ഞ അനിമൽസിലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇത് ആര് വരുത്തുന്നു, ഏത് ഡിസീസ് വരുത്തുന്നു, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ ഈ 4th ചാപ്റ്ററിലെ കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം മക്കൾ എക്സാമുകൾ എഴുതാനായിട്ട്. സോ മറ്റൊരു ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും വീഡിയോസും ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.